സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി. 43 ഡിഗ്രി സെൽഷ്യസിൽ പഴുത്ത് മറിഞ്ഞു കിടക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അർബൻ ക്രൂസർ. ഇതിന്റെ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ എത്തി. എന്റെ ഈ പോക്കറ്റില് ഇത് താക്കോല് കിടപ്പുണ്ട്. ഞാൻ ഇനി അൺലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തുറക്കാൻ പറ്റും. അതാണ്, നല്ല പഴുത്ത ചൂടുണ്ട്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറി നിൽക്കാം. ഇഗ്നിഷൻ സ്വിച്ച് പൊസിഷൻ ഇവിടെ വെക്കണം. എന്നിട്ട് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്താലേ സ്റ്റാർട്ട് ആവുള്ളൂ. വിട്ടുപോയി. ഓക്കെ സെറ്റ്. ഇനി ഞാൻ 5 മിനിറ്റ് മാറി നിന്ന് ഈ ഒരു ഡേറ്റ്സ് മിൽക്ക് കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് കൂളാവും. AC ഓണാക്കാൻ മറന്നു പോയിട്ട് കാര്യമില്ല. വെളിയുള്ള വാർത്തെടുക്കട്ടെ. ഓക്കെ, വലുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് RAV4ന്റെ അത്രയും വലുപ്പം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിത് ഓടിച്ചിട്ട് എനിക്ക് RAV4 ഓടിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി ആക്സലറേഷന്റെ കാര്യത്തിൽ. വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിന്റെ സീറ്റിംഗ് കുഷൻ കംഫർട്ട് അടിപൊളിയാണ്. ഈ 2 സൈഡും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും. അതുപോലെ ബാക്ക് സീറ്റും, പിന്നെ LED ഹെഡ് ലാംപ്സ്, ഓൾ ടൈം റണ്ണിങ് LED ഹെഡ് ലാംപ്സ് ആണ്. പക്ഷെ സാധാരണ ഹൈബ്രിഡ് വണ്ടി വരുമ്പോൾ ഇതിന്റെ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങിൽ കൂടെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ പോലത്തെ ഒരു ലൈൻ വരേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് ഇല്ല. പിന്നെ ഞാനങ്ങനെ കാർ റിവ്യൂറും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ വണ്ടി ഓടിച്ചു ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇത് പറയാണ്. ഇതിന്റെ ആക്സിലറേഷൻ അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡിന്റെ കാര്യം ഈ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻജിനും ബാറ്ററി എന്ന് കാണിക്കുന്നുണ്ട്. ഈ മ്യൂസിക് ഒക്കെയുണ്ട്. ഈ മ്യൂസിക് സിസ്റ്റത്തിൽ എനിക്ക് ചെറിയൊരു ഒരു ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇത് സ്റ്റക്ക് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് ഓഫ് ആവുന്നില്ല. അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ്. പിന്നെ കണക്ട് ചെയ്യാൻ നേരത്തെ ഒരു പെയറിങ്ങിന്റെ ഇഷ്യൂസ്. ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നത് ഇതൊരു മിഡ് ഹൈബ്രിഡ് സിസ്റ്റം എന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത്. അതായത് നിയോ ഡ്രൈവ് എന്ന് ടൊയോട്ട ഇതിനെ പറയും. അതായത് ഇതിൽ ബാറ്ററി ഉണ്ട്, ഫ്യൂൽ കൺസപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞ സെറ്റപ്പിൽ ഒരു ബാറ്ററി ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്ന് ബാറ്ററിന് ചാർജ് എടുക്കും. പക്ഷെ നമുക്ക് ബാറ്ററിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ിലൊക്കെ കാണുന്നതിൻ്റെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഇല്ല, ഇവിടെ ഇല്ല. നമുക്ക് ഇവിടെയും ഈ 2 ഡോർ പാഡിന്റെ സൈഡിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുള്ളൂ. നല്ലൊരു ഫാമിലി ടൂറാണ് സുഹൃത്തുക്കളെ. 5 പേർക്ക് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം ലഗേജ് സ്പേസ് ഉണ്ട്. വണ്ടി കൊടുക്കാൻ സമയമായി. ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. ബൈ.